ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അഡീനിയം റിപ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതായത് വലിയ അഡീനിയം നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മണ്ണ് എടുത്തിട്ടുണ്ട്. മണൽ കലർന്ന മണ്ണാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ നമുക്ക് മണ്ണ് ജ്യൂസാക്കാൻ വേണ്ടിയിട്ട് ഉമി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ മണ്ണിലെ കമ്പോസ്റ്റ്, നല്ല വെർമി കമ്പോസ്റ്റും ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇതിൽ കുറച്ച് എല്ലുപൊടിയും ഫംഗിസൈഡും യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് നടുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് വലിയ അഡീനിയമൊക്കെ എടുക്കുമ്പോൾ അത് പിഴുത് മാറ്റി അതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് കഴുകി കളഞ്ഞിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമല്ല, ഡയറക്റ്റ് തന്നെ നടുകയാണ്. ഇങ്ങനെ നട്ടാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ വേണമെങ്കിൽ പ്രൂൺ ചെയ്യുകയും ചെയ്യാം. മറ്റത് ഒന്ന് വേര് പിടിച്ച് സെറ്റായതിന് ശേഷമേ പ്രൂൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൂൺ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കൂടാതെ നല്ല ഉറപ്പോട് കൂടി ഇരിക്കുകയും ചെയ്യും. കോഡക്സ് നല്ല രീതിയിൽ പുറത്ത് കാണിച്ച് നമുക്ക് നടുകയും ചെയ്യാം. അപ്പോൾ ഈ അഡീനിയമാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അഡീനിയം അതിൻ്റെ ആ മണ്ണോട് കൂടി തന്നെയാണ് ഞാൻ ഇളക്കുന്നത്, അല്ലാതെ മണ്ണ് കളയുന്നില്ല. ആ മണ്ണോട് കൂടി ഇളക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കണ്ടു കാണുമല്ലോ, ഇത്രയും മണ്ണോട് കൂടിയാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ നടുന്ന ആ ചട്ടിയിൽ മുക്കാൽ ഭാഗത്തോളം, ഏകദേശം മുക്കാലല്ല അതിൽ കൂടുതൽ ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് അത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോഡക്സ് ഏറ്റവും ഉയരത്തിലിരിക്കുകയും ചെയ്യും. ബാക്കിയുള്ള ഭാഗം താഴ്ഭാഗത്തോട്ട് പോവുകയും ചെയ്യും. ഇനി ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ അതിൻ്റെ താഴ്ഭാഗത്തോട്ട് ഒരുപാട് കോഡക്സ് വളർന്നിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഉയരത്തിൽ വെച്ച് കൊടുക്കാൻ കഴിയും. എപ്പോഴും കോഡക്സ് നല്ല രീതിയിൽ വന്നെങ്കിൽ മാത്രമേ അതിനൊരു ഭംഗി ഉണ്ടാവൂ. ഒരു അഡീനിയത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ കോഡക്സ് ആണ്. അതിനുശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്ത് കൊടുക്കണം. വാഷ് ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ കൂടുതൽ കോഡക്സ് പുറത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു സ്പ്രേയർ ഉപയോഗിച്ച് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാ മണ്ണും പോയി കോഡക്സ് എല്ലാം പുറത്ത് കാണത്തക്ക രീതിയിൽ വരും. ഇപ്പോൾ ഈ കാണുന്ന ഇത്രയും ഭാഗം, അതായത് ആ കളർ വ്യത്യാസമുള്ള അത്രയും ഭാഗം മണ്ണിൻ്റെ അടി ഇരുന്നതാണ്. അത് പക്ഷേ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഉയർത്തി വെച്ചപ്പോൾ അത് നല്ല രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല ബലത്തോടു കൂടി തന്നെ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ നല്ലതുപോലെ വാഷ് ചെയ്ത് കൊടുക്കുക. ആ മണ്ണെല്ലാം അതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്ന മണ്ണ് എല്ലാം വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ ചെയ്ത അഡീനിയംസ് ആണ് ഇതെല്ലാം. ഇതിൽ നിറയെ മുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പ്രൂൺ ചെയ്ത ഒരു അഡീനിയമാണ്. അത് നിറയെ മുട്ട് വന്നിട്ടുണ്ട്. ബാക്കിയൊന്നും പ്രൂൺ ചെയ്തിട്ടില്ല. എല്ലാം ഇനി പ്രൂൺ ചെയ്യണം. മഞ്ഞൊക്കെ കഴിഞ്ഞു, പ്രൂൺ ചെയ്യാനുള്ള സമയവും കഴിഞ്ഞു വരികയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രൂൺ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം. ഇപ്പോൾ കൂട്ടുകാരൊക്കെ ഇതുപോലെ അഡീനിയം ഇത്രയൊക്കെ ഉള്ളത് കാണുമ്പോൾ പെട്ടെന്ന് വലുതാവണം എന്ന് ആശിക്കരുത്. കുറച്ച് ക്ഷമയോടുകൂടി വളർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അഡീനിയം ഇതുപോലെ വളർത്തുന്ന നല്ല കോഡക്സ് ഒക്കെ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് താമസമെടുക്കും. അപ്പോൾ ഇത് വളർത്തുന്നവർ നല്ല ക്ഷമയോടുകൂടി വളർത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് വർഷങ്ങൾ കഴിയുന്തോറുമാണ് ഇതിൻ്റെ ഭംഗി കൂടിക്കൂടി വരുന്നത്. ഇതിൻ്റെ കോഡക്സ് വലിപ്പം വയ്ക്കുന്നതനുസരിച്ച് ഒരു അഡീനിയത്തിൻ്റെ ഭംഗിയും കൂടിക്കൂടി വരും. ഇനി നമുക്കിത് അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ ചെറിയ പാത്രങ്ങളിൽ വെച്ച് കൊടുത്താൽ ബോൺസായി രൂപത്തിലാക്കി എടുക്കാൻ കഴിയും. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് അണുവിമുക്തമാക്കിയതിന് ശേഷം, അണുവിമുക്തമാക്കുവാൻ അറിയാമല്ലോ, ഒന്നുകിൽ ചൂടാക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്പിരിറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ച്, അല്ലെങ്കിൽ സാനിറ്റൈസറോ ഉപയോഗിച്ച് നമുക്ക് അണുവിമുക്തമാക്കാൻ കഴിയും. അതിനുശേഷം ഈ മുകളിൽ കാണുന്ന വേരുകളൊക്കെ, ചെറിയ വേരുകളൊക്കെ 4 വേരുകൾ മുഴുവനായിട്ടും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ കോഡക്സിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ. കോഡക്സ് പെട്ടെന്ന് വളർന്ന് വലുതാവുകയുമുള്ളൂ. ചെറിയ ചെറിയ വേരുകൾ ഇരുന്നാൽ കോഡക്സിൻ്റെ വളർച്ച കുറയുന്നതാണ്.
അപ്പോൾ ഇതുപോലെ എല്ലാ ചെറിയ വേരുകളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ മാറ്റി വെച്ച് എല്ലാം കട്ട് ചെയ്തതിന് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ഒരു ഷേപ്പുള്ള ഒരു അഡീനിയം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അഡീനിയം വിൽപ്പന ഇപ്പോഴും നടക്കുന്നുണ്ട്. 10-ാം തീയതി വരെ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. കൂട്ടുകാർ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ 2 അഡീനിയവും ഫ്രീ ഉണ്ട്. അത് നല്ല മൾട്ടി ബ്രാഞ്ചസ് അഡീനിയമാണ് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫെർട്ടിലൈസറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 10-ാം തീയതി വരെ മാത്രമേ ഓഫർ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ആൻറ്റി ഫംഗൽ പൗഡർ തേച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വേരുകൾ കട്ട് ചെയ്തുകൊണ്ട് ഓരോന്നിലും ആൻറ്റി ഫംഗൽ പൗഡർ തേക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് ഞാൻ ആൻറ്റി ഫംഗൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. സാഫ് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ കോഡക്സ് പുറത്ത് കാണുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ പ്രൂൺ ചെയ്യുകയും ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.